അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നങ്ങനെ റെസിപ്പി വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇന്ന് വീട്ടിലൊരു പുതിയൊരു മെമ്പർ വന്നിട്ടുണ്ട്. നമ്മളൊരു ഗസ്റ്റ്, വേറെ ആരുമല്ല, എൻ്റെ മരുവനാണ്. അപ്പോൾ അന്ന് ഞാനൊരു നൈറ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, ഓനെ കാണാൻ പോയിട്ടുണ്ടായിന് എന്നല്ലോ. അപ്പോൾ ഓനിനി കുറച്ച് നാൾ നമ്മളിവിടെ ഉണ്ടാവും, നമ്മളെ റൂമിൽ ഉണ്ടാവാൻ. അപ്പോൾ സൺഡേ രാവിലെ അതിന് ഓൻ വന്ന്. അപ്പോൾ വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മളും ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയും ചെയ്തേ. അങ്ങനെ അത് വേണ്ടാന്ന് പറഞ്ഞു കഴിച്ചിട്ട് വന്നതെന്നല്ല. അങ്ങനെ എനിക്കിത് അനാറ് ജ്യൂസെല്ലാം ഉണ്ടാക്കി കൊടുത്തു. രാവിലെ എന്ന് പറയുമ്പോൾ ഇവിടെ ഉച്ചയായി കേട്ടോ, 12:30 എത്തി. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വേഗം ലഞ്ച് ഉണ്ടാക്കാം. അപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തലേന്ന് ചില്ലി ചിക്കനെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനേനു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഫ്രൈഡ് റൈസ് ആയിക്കളയാം. പിന്നെ സൺഡേ ആദ്യം ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതന്നെ കുറേ ഇല്ല, അതന്നെ തിന്ന് മടുക്കുന്ന. അപ്പോൾ ഫ്രൈഡ് റൈസ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് പണിയും തീരുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോകാനെല്ലാം ഉണ്ടായിന്. അങ്ങനെ ഞാനിത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. പിന്നെ ചില്ലി ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ തലേന്ന് എല്ലാം റെഡിയാക്കിയതുകൊണ്ട് പിന്നെ എന്താ പറയുക, അതിൻ്റെ പണിയില്ലേനു. അപ്പോൾ പെട്ടെന്ന് എളുപ്പം ചോറ് മാത്രം ആക്കിയാൽ മതിയല്ലോ. പിന്നെ കുറച്ച് പായസം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് വന്നല്ലേ, ഇത്തിരി മധുരം കൊണ്ട് തുടങ്ങാമെന്നല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാ ഞാൻ ഫ്രൈഡ് റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫ്രൈഡ് റൈസ് റെസിപ്പിയെല്ലാം ഞാൻ മുമ്പ് എന്താ പറയുക കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഫ്രൈഡ് റൈസ് എല്ലാം റെഡിയായി. അപ്പോഴേക്കും അവനെല്ലാം ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന്. ഇപ്പോൾ ഒരു 2:30 എല്ലാം ആയി ഇവിടെ സമയം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ട് കഴിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ചും കുറച്ച് ലേറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല ഇതാ അടിപൊളി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നാളായി പായസം ഉണ്ടാക്കിയിട്ട്. പിന്നെ ഇതാ ഓന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മളിതാ കുറേ വർത്താനെല്ലാം പറഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് പായസമെല്ലാം കുടിച്ച് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തിറങ്ങി. പുറത്ത് നമ്മൾ ഷാർജ ബുക്ക് ഫെയർ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനിതാ നമ്മളവിടെ എത്തി. നല്ല ആളുണ്ടായിരുന്നു. കുറേ നേരം നമ്മൾ അവിടെ തന്നെ എന്താ പറയുക സമയം സ്പെൻഡ് ചെയ്ത്. പിന്നെ 2-3 ബുക്സ് എല്ലാം വാങ്ങിച്ച് കുറേ ഇങ്ങനെ കാണാനും എല്ലാം ഉണ്ടായിരുന്നു. എന്താ പറയുക ഫുള്ളായിട്ട് നമ്മൾ കണ്ട് തീരെയില്ല. പിന്നെ ഭയങ്കര തിരക്കും. പിന്നെ നമ്മളവിടെ പ്രെയർ ടൈമെല്ലാം ആയി. പിന്നെ നിസ്കരിക്കാൻ പോയി. നിസ്കരിച്ച് വന്നിട്ട് വീണ്ടും കുറച്ചുകൂടി അവിടെ നിന്ന് തന്നെ എന്താ പറയുക ഒന്ന് കറങ്ങി. ചിലപ്പോൾ എല്ലാം അവിടെ ഇങ്ങനെ വീക്കെൻഡെല്ലാം സെലിബ്രിറ്റിയും അങ്ങനെയെല്ലാം വന്ന് എന്തെങ്കിലും പ്രോഗ്രാമെല്ലാം ഉണ്ടാകലുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്നങ്ങനെ അവിടെ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ആ ഒരു സൈഡൊന്നും എത്തിയിട്ടുമില്ല. പിന്നെ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എന്താ പറയുക ഷാർജ തന്നെ പെറ്റ്സിൻ്റെ ഷോപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഒന്ന് കാണണം, പെറ്റ്സിനെല്ലാം കാണണമെന്ന് വരുമോ പറഞ്ഞു. അപ്പോൾ എനിക്ക് അവിടെ എല്ലാം ഒന്ന് നോക്കി എന്താ പറയുക ലവ് ബേർഡ്സും പൂച്ചയും നായും അങ്ങനെ എന്താ പറയുക അതെല്ലാം ഒന്ന് കാണാൻ എന്നിട്ട് അവനെ അവിടെ കൊണ്ടുപോയതേനു. അപ്പോൾ അവിടെ പോയ വീഡിയോ ഞാൻ മുമ്പൊന്ന് പറഞ്ഞിനേനു, വീഡിയോയിലൊന്ന് ഒന്ന് കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ നല്ല രസം അവിടെ പോയിട്ടെല്ലാം ഇവരെല്ലാം കാണാൻ തന്നെ. എന്ത് രസമാണെന്നറിയാം. അപ്പോൾ അവനെന്നെ കണ്ടിട്ടോ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ഈ എന്തോരം വെറൈറ്റി ബേർഡ്സും ഒന്നും പറയണ്ട, നമുക്കറിയാത്ത കാണാത്ത എന്താ പറയുക ഇത് വരെ ഉണ്ട്, ബേർഡ്സ് വരെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കാലിക്കറ്റ് നോട്ട് ബുക്കിലെത്തി. നമ്മളിനി ഫുഡെല്ലാം കഴിക്കാൻ തിരിച്ച് കുറേ നേരം നല്ല വിശപ്പ് വന്നിന് എല്ലാവർക്കും. അങ്ങനെ ഇതാ നല്ല പുട്ടും ബീഫും ചിക്കനും 65ഉം അപ്പവും എന്താ പറയുക ചിക്കൻ്റെ ഇതും എല്ലാമായിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല വയറ് നിറയെ ഫുഡെല്ലാം കഴിച്ച് ലാസ്റ്റ് ഒരു ലൈം ടീ എല്ലാം കുടിച്ചു. അൽഹംദുലില്ലാ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ സിറ്റി സെൻറ്ററിൽ പോയി. അവിടെ നിന്ന് കാര്യമായിട്ടൊന്നുമില്ല, അർജൻറ്റായിട്ടൊരു 3-4 സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിന്. അങ്ങനെ അവിടെ എത്തി. ശരിക്കും ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ തന്നെ ഇങ്ങനെ സമയം പോകുമല്ലോ.
അങ്ങനെ അവിടെ നിന്ന് ഓടിപ്പോയിട്ട് വേണ്ടുന്ന സാധനം മാത്രം എടുത്ത് ലേറ്റ് ആയിനേനും. അങ്ങനെ സാധനമെല്ലാം വാങ്ങി നമ്മൾ തിരിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ പറയുക, വീക്കെൻഡ് എന്ന് പറയുന്നത് ആ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ മരുവനൊത്തുള്ള ആദ്യത്തെ നമ്മുടെ എന്താ പറയുക ഒരു ദിവസം അങ്ങ് കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാ ഇനിയും കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.